ടൈറ്റിൽ ഫേവറിറ്റുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുള്ളത് സ്പെയിൻ തന്നെയാണ്. കേരളത്തിൽ ആരാധകർ ഏറെയുണ്ട് സ്പെയിനിന്. ആദ്യ മത്സരത്തിൽ എങ്ങനെയാകും സ്പെയിൻ ഇറങ്ങാൻ പോകുന്നത്? നമുക്ക് സാധ്യത ലൈനപ്പ് ഒന്ന് നോക്കണം. ഫൈസൽ ഹംസയാണ് ചേരുന്നത്. ഫൈസൽ, സ്പെയിനിന്റെ ആവേശപ്പോരിൽ നിന്ന് തുടക്കമാണ്. ഞാൻ പറഞ്ഞതുപോലെ മലയാളികൾ പലരും സ്പെയിനാണ് കപ്പടിക്കാൻ പോകുന്നതെന്ന പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് നേടിയെടുത്ത കപ്പ് ഇവിടെ അമേരിക്കയിൽ തിരിച്ചു പിടിക്കുമോ എന്നതാണ് അറിയേണ്ടത്. വിനീത, എന്തായാലും ബ്രസീലും നെതർലാൻഡ്സും ഒക്കെ കളത്തിലിറങ്ങി കഴിഞ്ഞു. ഇനി ടൈറ്റിൽ ഫേവറിറ്റുകളായ സ്പെയിനിന്റെ ഊഴമാണ്. സ്പെയിൻ ഇന്ന് കളത്തിലിറങ്ങുമ്പോൾ കോച്ച് ലൂയിസ് ഫിൻഡെ എങ്ങനെയായിരിക്കും ലാമിൻ യമാലിനെ കളിപ്പിക്കുമോ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആകാംക്ഷ. കാരണം യമാൽ എന്നുള്ള അത്ഭുത ബാലൻ എങ്ങനെയായിരിക്കും ലോകകപ്പിൽ തൻ്റെ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ എന്തായാലും യമാൽ ആദ്യ മത്സരത്തിലെ ആദ്യ 11-ൽ ഉണ്ടായിരിക്കില്ല എന്ന് കോച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഫെറാൻ ടോറസ് ആയിരിക്കും കളിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പരിക്ക് ഭേദമായിട്ടുണ്ട്. പക്ഷേ ആദ്യ മത്സരത്തിൽ ആദ്യ 11-ൽ ഇറക്കുക എന്നുള്ളതല്ല, ബെഞ്ചിലിരുത്തും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിക്കോ വില്യംസ്, ഈ രണ്ട് താരങ്ങൾ നിക്കോ വില്യംസും ഉണ്ടാവില്ല എന്ന് കോച്ച് വ്യക്തമാക്കി കഴിഞ്ഞു. ബെഞ്ചിലുണ്ടാകും എന്നുള്ളതാണ്. പകരം അലക്സ് ബയേനെ ആയിരിക്കും ആ വിങ്ങിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒയാർസപ്പാൽ തന്നെയായിരിക്കും മുൻനിരയിലുണ്ടാവുക. റയൽ സോസിഡാഡിൻ്റെ താരമാണ് അദ്ദേഹം. സ്പെയിനിൻ്റെ സന്നാഹ മത്സരത്തിലടക്കം ഗോൾ നേടിക്കൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ്. 3 മുന്നേറ്റ നിരക്കാർ എന്തായാലും ലോക ഫുട്ബോളിൽ കിടപിടിക്കുന്ന താരമാണ്. ഒരുപക്ഷെ സബ് ചെയ്യുമ്പോഴായിരിക്കും സ്പെയിൻ കൂടുതൽ ശക്തമാവുക യമാലൊക്കെ എത്തുമ്പോൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മധ്യനിരയാണ് യഥാർത്ഥത്തിൽ സ്പെയിനിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളതാണ്. അവിടെ റോഡ്രി ഉണ്ട്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ്. നമുക്കറിയാം റോഡ്രി മാഞ്ചസ്റ്റർ സിറ്റിയിലെല്ലാം കളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കളി മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിന് കൂട്ടായുള്ളത് പെഡ്രിയാണ്, ബാഴ്സലോണയുടെ താരം. ഒപ്പം ഫാബിയൻ റോയിസ് ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള PSG താരമാണ്. ഡിഫൻസിലേക്ക് വന്നാൽ ഒരു പക്ഷേ ഏറ്റവും ശക്തമായ ഡിഫൻസുള്ള ടീമുകളിൽ ഒന്ന് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ കുബാർസി എന്ന മറ്റൊരു അത്ഭുത ബാലനുണ്ട് എന്നുള്ളതാണ്. ബാഴ്സലോണയുടെ താരമാണ്. ഒപ്പം പെഡ്രോ പോറയുണ്ട്, ടോട്ടനത്തിൻ്റെ താരം. ലപോർട്ടുണ്ട്, അത്ലറ്റിക് ബിൽബാവോയുടെ താരം. കുക്കുറയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് അല്പസമയം മുമ്പാണ് നമ്മളെല്ലാം വളരെ വിഷമത്തോടെ പറഞ്ഞൊരു കാര്യമായിരുന്നു റയൽ മാഡ്രിഡ്. ഒരുപാട് മലയാളി ആരാധകരുള്ള ക്ലബ്ബാണ്. പക്ഷേ സ്പാനിഷ് ടീമിൽ ഒരു റയൽ താരം കൂടിയില്ല എന്നുള്ളത്. കുക്കുറയ അല്പസമയം മുമ്പ് ചെൽസി വിട്ട് റയൽ മാഡ്രിഡിൽ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. വലകാക്കാൻ ഉനായ് സിമോൺ ബിൽബാവോയുടെ തന്നെ താരമാണ്. ഒരുപക്ഷെ റായെ പോലുള്ള ഗാഷിയെ പോലുള്ള ഗോൾ കീപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും കോച്ചിൻ്റെ ഫ്യൂണ്ടയുടെ ആദ്യ പ്രയോറിറ്റി സിമോൺ തന്നെയായിരിക്കും. വിനീത, ശരി. ഫൈസൽ ഹംസയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്, വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് സ്പെയിനിന്റെ ലൈനപ്പിനെ കുറിച്ച് പറഞ്ഞത്.